ആര്യവേപ്പിലുണ്ട് നിറയെ ഔഷധഗുണങ്ങൾ. ഔഷധവൃക്ഷമാണ് ആര്യവേപ്പ്. ഇതിന്റെ ഇല, തൊലി, വിത്ത്, തടി തുടങ്ങിയവയെല്ലാം ഔഷധവീര്യമുള്ളവയാണ്. ഇത് ഔഷധമായും ജൈവ കീടനാശിനിയായും ഒരേ സമയം ഉപയോഗിക്കാം. വൃക്ഷത്തിന്റെ ഔഷധഗുണങ്ങൾ എണ്ണമറ്റതാണ്. ആര്യവേപ്പിലയും പച്ചമഞ്ഞളും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ സ്ഥിരമായി കുളിച്ചാൽ എല്ലാവിധ ത്വക്ക് രോഗങ്ങൾക്കും ശമനമുണ്ടാകും. വേപ്പിലയ്ക്കൊപ്പം 1/3 ഭാഗം കുരുമുളകും ചേർത്ത് പുളിച്ച മോരിൽ കലക്കി വായിൽ കൊണ്ടാൽ വായ്പുണ്ണ് ശമിക്കും. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിക്കുവാൻ വേപ്പില കൊണ്ട് തലോടുന്നത് നല്ലതാണ്. ആര്യവേപ്പിലയുടെ നീര് തേനുമായി സമാസമം ചാലിച്ച് 3 ദിവസം തുടർച്ചയായി സേവിച്ചാൽ കൃമിശല്യത്തിന് ശമനം കിട്ടും. ആര്യവേപ്പിന്റെ ഇലയോ പട്ടയോ കഷായമാക്കി പുരട്ടിയാൽ മുറിവുണങ്ങും. ചർമ്മരോഗങ്ങളുള്ള ശരീരഭാഗങ്ങളിൽ ഈ കഷായം പുരട്ടിയാൽ രോഗശമനമുണ്ടാകും. സ്ഥിരമായി ഉണങ്ങാത്ത മുറിവിന് ആര്യവേപ്പിന്റെ പട്ട കഷായമായി കുടിക്കുന്നത് ഫലം ചെയ്യും. കുരുമുളക്, ഞാവൽപ്പട്ട എന്നിവയോടൊപ്പം ആര്യവേപ്പിന്റെ പഴുപ്പും ചേർത്ത് ഉണക്കിപ്പൊടിച്ച് ചൂർണമായി 1 സ്പൂൺ വെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ വയറിളക്കം ശമിക്കും. വിഷജന്തുക്കൾ കടിച്ചുണ്ടാകുന്ന മുറിവിന് ആര്യവേപ്പ് മികച്ച ഔഷധമാണ്. ആര്യവേപ്പിലയും കണവും അരച്ച് മുറിവിൽ ദിവസവും 2 പ്രാവശ്യം വീതം പുരട്ടിയാൽ മുറിവുണങ്ങും. പൊള്ളലേറ്റ ഭാഗത്ത് ആര്യവേപ്പില അരച്ചു പുരട്ടിയാൽ മുറിവ് വേഗത്തിലുണങ്ങും. മികച്ച അണുനാശിനിയും കീടനാശിനിയുമാണ് ആര്യവേപ്പില. പയറുവർഗ്ഗങ്ങൾക്ക് ആര്യവേപ്പിന്റെ ഏതാനും ഇലകൾ കൂടി നിക്ഷേപിച്ചാൽ അവയ്ക്ക് കീടബാധ ഏൽക്കുകയില്ല. ദീർഘനാൾ കേടുകൂടാതെയിരിക്കും. വേപ്പിൻ തൈലം നല്ലൊരു കീടനാശിനിയായി ഔഷധത്തോട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ആര്യവേപ്പിന്റെ എണ്ണ ആട്ടിയെടുത്ത ശേഷം മാറ്റുന്ന വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു ജൈവവളമാണ്. സ്ഥലസൗകര്യമുണ്ടെങ്കിൽ ഗൃഹപരിസരത്ത് നട്ടുവളർത്താവുന്ന ഒരു വൃക്ഷമാണ് ആര്യവേപ്പ്. ആര്യവേപ്പിന്റെ ഇലകളിൽ തട്ടിവരുന്ന കാറ്റുപോലും ഔഷധഗുണപ്രദമാണെന്ന കാര്യം ഓർക്കുക. വേപ്പിൻ തൈലം കൈകാലുകളിൽ പുരട്ടിയാലോ വെള്ളവുമായി മിശ്രണം ചെയ്ത് മുറിക്കുള്ളിൽ സന്ധ്യാസമയത്ത് ചെറുതായി സ്പ്രേ ചെയ്താലോ കൊതുകിന്റെ ശല്യം മാറും.